നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്മാർട്ട് പെൻ സഫാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാജീവ് പുതിനൂർ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മാന്നാർ, ആലപ്പുഴ ജില്ലയിലെ മാന്നാർ ഇരമത്തൂരിലെ വിനോദ് കലാലയം എന്ന് പറയുന്ന ഒരു ശില്പിയും ചിത്രകാരനെയൊക്കെ ആയിട്ടുള്ള ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. വളരെ പ്രശസ്തനായ ഒരു വ്യക്തി തന്നെയാണ്. വളരെ ശില്പങ്ങളും വളരെ വലിയ ശില്പങ്ങളും വളരെ വിലപിടിപ്പുള്ള ശില്പങ്ങളും ചിത്രങ്ങളും ഒക്കെ വരയ്ക്കുന്ന ഒരു വിശിഷ്ട വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തെ നമ്മളിന്ന് നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എത്ര അടി കാണും ഇത്? ഇതിപ്പോൾ 6 അടിക്കൊക്കെ 6 അടിക്ക് 2 ഇഞ്ച് കൂടുതലാണ്. 6 അടിക്ക് 2 ഇഞ്ച് വ്യത്യാസമുണ്ടല്ലേ? ബേസ് ഉൾപ്പെടെ. ബേസ് ഉൾപ്പെടെ അല്ലേ? ബേസ് ഉൾപ്പെടെ 6 അടി മേളിലുള്ള ഒരു ശില്പമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു എക്സർവീസ്മാൻ്റെ ആണ്. ആ കർവുകളും ഒക്കെ കൃത്യമായിട്ടുണ്ട് കേട്ടോ. വളരെ മനോഹരമായിട്ട് തന്നെ ഇത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ കയ്യുടെ ഫിനിഷിങ് വിരലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഓക്കെ ഓക്കെ. അതും ഈ ഷൂവും കൂടെ ഉള്ളൂ. ഇനി അതും ഷൂവും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫിനിഷിങ് പേപ്പറെല്ലാം ചേട്ടനും ഫിനിഷ് ചെയ്യുക, പെയിൻറ് ചെയ്യുക, ഒക്കെ ഉള്ള വർക്കുകളാണ്. അപ്പം ഒരു 2-3 ദിവസത്തിനകത്ത് ഫുൾ ഫിനിഷിങ് പ്രതീക്ഷിക്കാം അല്ലേ? ഓക്കെ. ഇപ്പം നമ്മുടെ അടുത്ത് വേറെ ഏതൊക്കെയാണ് നമ്മൾ ക്യാമ്പസ് പഠിക്കാൻ പറ്റിയില്ലേ? പിന്നെ വലിയൊരു ഭാഗ്യമല്ലേ. അവിടെ ഇതായിരുന്നു ചിത്രകലയായിരുന്നു അതോ പെയിന്റിംഗ് ആയിരുന്നു? സ്കൂളിലെ വിട്ടതാണ്. അവിടെ പഠിപ്പിക്കുന്ന ചിത്രകലയായിരുന്നു അതോ ശില്പ നിർമ്മാണമോ? ചിത്രകലയായിരുന്നു. പിന്നെ അച്ഛൻ മഹാത്മാ സ്കൂളിൽ അങ്ങനെ അച്ഛൻ മഹാത്മാ സ്കൂളിലെ അച്ഛൻ്റെ പേരെങ്ങനെയായിരുന്നു? 5 ഇതിലോട്ട് മാറി ആശാരി സാർ എന്ന് പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ അത്രയും ഒരു പ്രഗത്ഭനായ ഒരു അച്ഛൻ്റെ മകനാണ്. അപ്പോൾ കലയിൽ നിന്നും കലയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അത് പ്രത്യേകമായ എനർജി ആയിരിക്കും അത്. അപ്പോൾ അല്ല, ചിത്രകലയാണ് പാരമ്പര്യമായിട്ട് 2-3 തലമുറയായിട്ട് ചിത്രകലയും. മാമാരും എല്ലാം ഡ്രോയിങ് ടീച്ചേഴ്സാണ്. അപ്പോൾ അത് ഡ്രോയിങ്ങിന് വേണ്ടി മാത്രം ദൈവം സൃഷ്ടിച്ചു വിട്ടൊരു കുടുംബമാണ് ശരിക്കും അല്ലേ? വളരെ വ്യത്യസ്തമായൊരു വർക്കാണ്. അതൊപ്പം തന്നെ കലയുമായിട്ട് അത്രയും ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബത്തിലെ ഒരാളെ പരിചയപ്പെടാൻ പറ്റിയതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. ഇതാണ് വിനോദ് കലാലയം. നമ്മുടെ ചേർന്ന് നിർമ്മിച്ച ശില്പമാണ്. വളരെ അതിമനോഹരമായിട്ട് നിർമ്മിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഫിനിഷിങ് വർക്കുകളാണ്. ഇനി എന്തൊക്കെ നമ്മൾ ഇനി പുട്ടിയോ കാര്യങ്ങളോ എല്ലാം വരുന്നുണ്ടോ? ഇനിയും പുട്ടിയൊക്കെ പേപ്പർ പിടിച്ച് ഫിനിഷ് ചെയ്ത് ഓക്കെ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു പുതിയ അനുഭവം തന്നെയാകട്ടെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു നിർമ്മാണ രീതികളും കാര്യങ്ങളും ഒക്കെ. ശില്പിയും ചിത്രകാരനുമായ വിനോദ് കലാലയം. അദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ മാന്നാർ ഇരമത്തൂർ സ്വദേശിയാണ്. രവിവർമ്മ ആർട്സ് കോളേജിലെ പഠിച്ചിറങ്ങിയ ഇദ്ദേഹം നിരവധി ചിത്രങ്ങൾ വരയ്ക്കുകയും കൂടാതെ നിരവധി ശില്പങ്ങൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. പല ക്ഷേത്രങ്ങളിലേക്കും ഇദ്ദേഹം പല ശില്പങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. തലമുറകളായി കലയെ വാസിക്കുന്ന ഒരു കുടുംബത്താണ് ഇദ്ദേഹവും ജനിച്ചത്. അച്ഛനും അപ്പൂപ്പനുമെല്ലാം ചിത്രകാരന്മാരായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ തന്മയത്വം നിറഞ്ഞ ഈ ഒരു കലാസൃഷ്ടി പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. വിനോദ് കലാലയം എന്ന ഈ ചെറുപ്പക്കാരൻ നമ്മുടെ മധ്യതിരുവിതാംകൂറിലെ അറിയപ്പെടുന്ന ശില്പികളിൽ ഒരാൾ തന്നെയാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കലാകാരൻ തന്നെയാണ്. ഇത് ചെങ്ങന്നൂർ പുലിയൂരിലെ എക്സർവീസിൻ്റെ ഒരു ഓഫീസിലേക്ക് അദ്ദേഹം നിർമ്മിക്കുന്ന ഒരു എക്സർവീസ്മാൻ്റെ ശില്പമാണ്. ഇത് 6.5 അടിയോളം പൊക്കമുള്ള ശില്പമാണ്. ഏകദേശം 500 കിലോയോളം ഭാരമുള്ള ഈ ശില്പം അദ്ദേഹത്തിൻ്റെ കരവിരുതിൽ വിരിഞ്ഞതാണ്. വിനോദ് കലാലയം എന്ന ഈ കലാകാരൻ്റെ നമ്പർ നമ്മുടെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ശില്പങ്ങൾ നിർമ്മിക്കുവാനും ചിത്രങ്ങൾ വരയ്ക്കാനും ഒക്കെ താല്പര്യമുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം.
അദ്ദേഹം ചിത്രകലയും ശില്പകലയൊക്കെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടും കാര്യങ്ങൾ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് ഇദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ നമ്മുടെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാകും ഇതെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു നല്ലൊരു വർക്ക് നമുക്ക് A to Z ആയിട്ട് നിർമ്മാണം തുടക്കം തൊട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണിക്കാം, നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കാം. ഇതിപ്പം ഏകദേശം ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ ഒരു 80-90% കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അദ്ദേഹത്തെ പരിചയപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ നമ്പർ കിട്ടുന്നതും വിളിക്കുന്നതും അദ്ദേഹത്തിൻ്റെ വീഡിയോ ചെയ്യുന്നതും ഒക്കെ. അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളെ ഇതിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളൂ, അതിനോട് ക്ഷമിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ നല്ലൊരു വർക്ക് നമുക്ക് ഫുള്ള് A to Z ഇതേപോലെ തന്നെ നല്ലൊരു വർക്ക് നമുക്ക് A to Z വർക്ക് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി നമുക്ക് കാണിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്ക് അടുത്തൊരു കണ്ടൻറ്റുമായിട്ട് എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടാം. അതുവരേക്കും പ്രിയപ്പെട്ട സ്മാർട്ട് പെൻ സഫാരിയുടെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചു കൊള്ളുന്നു. അപ്പം വിനോദ് കലാലയം എന്ന കലാകാരനും നമ്മൾ ചാനലിൻ്റെ പേരിൽ നന്ദി അറിയിച്ചു കൊള്ളുന്നു. അപ്പം പ്രിയപ്പെട്ടവരെ, നമുക്ക് അടുത്ത ഒരു കണ്ടൻറ്റുമായിട്ട് എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.